2 ദിവസമായി കണ്ണൂരിൽ കനത്ത മഴയാണ്. ഇന്നും കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. നിരവധി പുഴകൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് എടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു. തളിപ്പറമ്പിൽ നിന്ന് പട്ടുപത്തേക്കുള്ള റോഡിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടഞ്ഞു. കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ കനത്ത മഴയാണ് 2 ദിവസമായി. ഇന്നും മഴ ശക്തമായി തുടരുന്നുണ്ട്. മാത്രമല്ല വിവിധ പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ആ മേഖലയിലുള്ളവരൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഫെലിക്സ്? അതിശക്തമായ മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ മഴയുടെ ശക്തി കുറച്ചുകൂടി കൂടുന്നതാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമേ കാണുന്നത്. ഇപ്പോൾ കക്കാട് പുഴ, ഇത് കണ്ണൂർ നഗരത്തോട് ചേർന്ന പ്രദേശമാണ്. കക്കാട് പുഴ പൊതുവെ ചെറിയ മഴ പെയ്യുമ്പോഴൊക്കെ അത് കരകവിഞ്ഞൊഴുകാറുണ്ട്. ഇപ്പോഴും കക്കാട് പുഴ കരകവിഞ്ഞിട്ടുണ്ട്. പള്ളിപ്പുറത്തേക്ക്, അതായത് കക്കാട് നിന്നും പള്ളിപ്പുറത്തേക്ക് പോകുന്ന റോഡ് മുഴുവൻ വെള്ളത്തിലാണ്. ഇപ്പോൾ റോഡ് ഇത് ഇങ്ങനെയാണ്. ഇത് റോഡ് ഏതാ പുഴ ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ മുഴുവൻ ഒരു പുഴയായി മാറിയ അവസ്ഥയിലാണ് ഇപ്പോൾ കക്കാട് പ്രദേശം ആകെ ഉള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വളരെ വേഗം വെള്ളം കയറുന്നുണ്ട് എന്നതാണ്. അതായത് മെയ് മാസം അവസാനം ശക്തമായ മഴയും അനുഭവപ്പെട്ടിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. സമാന സ്ഥിതിയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ എമ്പാടുമുള്ളത്. അതായത് മലയോരത്തുനിന്നോ ഈ നഗര മേഖലയിൽ നിന്നോ വ്യത്യാസമില്ല. എല്ലായിടത്തും അതിശക്തമായ മഴയും വെള്ളക്കെട്ടും ആണിപ്പോൾ ഉള്ളത്. കണ്ണൂർ ജില്ലയുടെ മൊത്തം അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ മയ്യഴിപ്പുഴ, മാഹിപ്പുഴ, അതായത് കോഴിക്കോട് അതിർത്തി പങ്കിടുന്ന മയ്യഴിപ്പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. മയ്യഴിപ്പുഴ കരകവിഞ്ഞതോടുകൂടി തന്നെ പാനൂർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. കടവത്തൂർ ടൗണിലടക്കം വെള്ളം കയറി. അത് ഇന്നലെ രാത്രി തന്നെ വെള്ളം കയറിയതാണ്. അത്തരം പ്രദേശങ്ങളിൽ വെള്ളമുണ്ട്. പെരിങ്ങളമടക്കം ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയ നിലയാണുള്ളത്. താഴ്ന്ന മേഖല കൂടിയാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നാൽ തളിപ്പറമ്പ് വളപട്ടണം പുഴ, കണ്ണൂർ തളിപ്പറമ്പിനോട് ചേർന്നുള്ള വളപട്ടണം പുഴയിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഒപ്പം ഈ മലയോര മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ പയ്യാവൂർ വണ്ണായിത്തോട് പാലം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ചെറുപുഴ കാര്യങ്കോട് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മുളപ്ര പാലം മുഴുവൻ വെള്ളത്തിലായ അവസ്ഥയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഉളിക്കൽ വയത്തൂർ പാലവും ഇപ്പോൾ മുഴുവൻ വെള്ളത്തിലായിട്ടുണ്ട്. അങ്ങനെ വലിയ അവസ്ഥയാണ്. അതായത് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായ മഴ തുടരുന്നു. എല്ലായിടങ്ങളിലും വെള്ളം കയറുന്നുണ്ട്. അതായത് ഈ മഴയ്ക്ക് ശമനമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. തുടർച്ചയായ മഴ, ശമനമില്ലാത്ത മഴ. ഇന്നലെ രാത്രിയും അതിന് ശമനമുണ്ടായില്ല. നല്ല രീതിയിൽ മഴ ലഭിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ മഴ അതേപോലെ തുടരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ശരി ഫെലിക്സ്, മഴ അതുപോലെ തന്നെ തുടരുകയാണ്. ശക്തമായ മഴയാണ്. കണ്ണൂരിൽ റെഡ് അലേർട്ടാണ്. വിവിധ പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഫെലിക്സ് നൽകിയത്. ഇനി